ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മൾ 84 സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ആ, പാഠങ്ങളിൽ ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 84 സങ്കീർത്തനം 9 വാക്യത്തിൽ ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ, നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവം വെളിപ്പെടുന്ന സ്വഭാവങ്ങളുണ്ട്. പ്രതികാരത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം, രക്ഷയുടെ ദൈവം, പ്രത്യാശയുടെ ദൈവം, ഇങ്ങനെ പലതരത്തിൽ ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കനുസരിച്ച് ദൈവത്തിൻ്റെ ഭാവത്തിനനുസരിച്ച് ദൈവം വെളിപ്പെടാറുണ്ട്. ദൈവം ഒന്ന് തന്നെ, എന്നാൽ അവൻ ഏത് ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. ഇങ്ങനെ അല്ലെങ്കിൽ വെളിപ്പെടുന്ന പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഭാവങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് പരിച. പരിച എന്നാൽ മനുഷ്യന് എതിരെ വരുന്ന ആയുധങ്ങളെ തടുക്കുക എന്നുള്ളതാണ് പരിച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിചയാൽ വാളിനെ തടുക്കും, കുന്തത്തെ തടുക്കും, കവിണക്കല്ലിനെ തടുക്കും. അങ്ങനെ വിവിധമായ തരത്തിലുള്ള ആയുധങ്ങൾ തനിക്കെതിരെ വരുന്നതിനെ പരിച തടുത്തു മാറ്റും. അങ്ങനെ വരുമ്പോൾ പരിചയിൽ ആ പാടുകൾ ഉണ്ടാകും. ആ പാടുകൾ ആ മനുഷ്യൻ്റെ രക്ഷയാണ്. ഇതുപോലെ ദൈവം മനുഷ്യന് രക്ഷയായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. അതായത് ദൈവം മനുഷ്യൻ്റെ പരിചയാണ്, അല്ലെങ്കിൽ പരിചയായിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളും അവസരങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പരിചയായിട്ട് ഒരാൾക്ക് വന്നാൽ അയാൾക്കെതിരെ വരുന്ന എല്ലാ ആയുധങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും പരിചയുടെ മേൽ കൊള്ളും, അല്ലെങ്കിൽ കർത്താവിൻ്റെ മേൽ കൊള്ളും. അത് അവൻ്റെ മേൽ വരികയില്ല. ഭാരം വന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. പ്രതികാരത്തിനുള്ള ഏതെങ്കിലും അനുഭവം ജീവിതത്തിലുണ്ടായാൽ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, നീതിയോടെ വിധിക്കുന്നവങ്ങൾ കാര്യം ഫലമേൽപ്പിച്ചു, പരിചയുടെ മേൽ കാര്യം ഫലമേൽപ്പിച്ചു. അടുത്തത്, നിന്നെ നിന്ദിച്ച നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. പരിചയുടെ അടുത്ത പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ ജനത്തെ നിന്ദിക്കുന്ന നിന്ന് ചെന്ന് വീഴുന്നത് പരിചയാവുന്ന കർത്താവിലാണ്. യഹോവയായ ദൈവം എനിക്ക് സൂര്യനും പരിചയമാണ്. ദൈവം എനിക്ക് ചുറ്റും പരിചയമാണ്. ഇത് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ സംരക്ഷണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏത് മനുഷ്യർക്കും, ഏത് വിശ്വാസിക്കും ഭയപ്പെടാനില്ല. അവനെതിരെ വരുന്ന ഏത് ആയുധങ്ങളും തടുക്കുവാനായിട്ട് കർത്താവുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ മേൽ അയക്കുന്ന ആയുധങ്ങളെല്ലാം കൊള്ളുന്നത് അവൻ്റെ മേലല്ല, പിന്നെയോ പരിചയാവുന്ന കർത്താവിൻ്റെ മേലാണ്. ഏറ്റവും വലിയ ദൈവത്തിൻ്റെ പരിചയയുടെ പ്രവൃത്തിയാണ് കാൽവരിയിലെ ക്രിസ്തുയേശുവിൻ്റെ യാഗം. കാരണം മനുഷ്യൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് ആ മരണത്തെ യേശു
തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന അപമാനത്തെ യേശു ഏറ്റെടുത്തു. രോഗത്തെ യേശു ഏറ്റെടുത്തു. മുറിവുകളെ യേശു ഏറ്റെടുത്തു. അത് ഏറ്റവും വലിയ പരിചയമാണ്. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യർക്ക്, തൻ്റെ ഭക്തന്മാർക്ക് പരിചയമായി വന്ന വ്യക്തമായ പ്രവർത്തനമാണ് കാൽവരി. ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് നമ്മൾ ചില വചനഭാഗങ്ങൾ ചിന്തിക്കുകയാണ്. നമ്മൾ 86 സങ്കീർത്തനം 9 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ. അപ്പോൾ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ. അപ്പോൾ ഒന്നാമത്തെ തന്നെ പരിചയം എന്താണെന്ന് പഠിച്ചു. ദൈവമാണ് പരിചയം. മനുഷ്യർക്ക് വരുന്ന അപമാനങ്ങൾ, പീഡനങ്ങൾ, വാള്, കുന്തം, കുത്തുവാക്ക്, വ്യവഹാരം, ഭാരം, ഇങ്ങനെ വരുന്ന ഏത് ദോഷങ്ങളും തടുക്കാനും വഹിക്കാനുമായി പരിചയമായി കർത്താവ് തൻ്റെ ജനത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രഹിപ്പാനിടയായിത്തീർന്നു. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ചത് പ്രകാരം ഞങ്ങളുടെ പരിചയമാകുന്ന ദൈവം വിശ്വാസത്തിലേക്ക് വന്നാൽ പിന്നെ അത് മതിയല്ലോ. പിന്നെ അവന് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാ അപമാനങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദൈവം വഹിച്ചുകൊള്ളുമെങ്കിൽ പിന്നെ അവനെ സംബന്ധിച്ച് ചിന്താകുലമാകേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. ഞങ്ങളുടെ പരിചയമാകുന്ന ദൈവമേ നോക്കണമേ. അപ്പോൾ പരിചയ ഒരാൾക്ക് കർത്താവ് പരിചയമാകണമെങ്കിൽ അതിന് ചില വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയാണ് ഹൃദയ പരമാർത്ഥികൾക്ക് അവൻ പരിചയമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കണം? ഹൃദയ പരമാർത്ഥി ഉണ്ടായിരിക്കണം. നിഷ്കളങ്കന്മാർക്ക് അവൻ പരിചയമാണ്. നിഷ്കളങ്കത ഉണ്ടായിരിക്കണം. തന്നെ ശരണമാക്കുന്നവർക്ക് അവൻ പരിചയമാണ്. കർത്താവിനെ ശരണമാക്കണം. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിചയം തന്നെ. അപ്പം നേരുണ്ടായിരിക്കണം, നിഷ്കളങ്കത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ദൈവം പരിചയമായിട്ട് വരികയുള്ളൂ. നേരുണ്ടായിരിക്കണം, നിഷ്കളങ്കത ഉണ്ടായിരിക്കണം, ഹൃദയപരമാർത്ഥത ഉണ്ടായിരിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ ശരണമാക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിചയമാണ്. അവന് ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ യാതൊരു തരത്തിലും തനിക്കെതിരെ വരുന്ന ആയുധത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം അവന് പരിചയമാണ്. അവനെ ഒരാൾ നിന്ദിച്ചാൽ ആ നിന്ന ദൈവത്തിൻ്റെ മേൽ വീഴും. അവനെ ഉപദ്രവിച്ചാൽ ഉപദ്രവിക്കുന്ന ഉപദ്രവം ദൈവത്തിൻ്റെ മേലാകും. ദൈവസഭയെ ഉപദ്രവിച്ചപ്പോൾ ശൗലിനോട് കർത്താവ് പറയുന്ന വാക്ക് പ്രകാരമാണ്, ശൗലെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണ്? സഭയെ ഉപദ്രവിക്കുന്നത് സഭയ്ക്ക് പരിചയമാകുന്ന കർത്താവിൻ്റെ മേലാണ് കൊള്ളുന്നത്. ഇത് ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഓർത്തിരിക്കണം. ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടുവരുത്തി. ഞാൻ ഇന്ന് നേരോടെ നടക്കണം, നിഷ്കളങ്കനായിരിക്കണം, അകൃത്യം കരുതരുത്, ഹൃദയപരമാർത്ഥം ഉണ്ടായിരിക്കണം, കർത്താവിനെ ശരണമാക്കണം, കർത്താവിൽ തന്നെ ആശ്രയിക്കണം. ഇത്രയും കാര്യങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ഞാൻ സൂക്ഷിക്കുന്നുവെങ്കിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ബാലസിംഹം പോലെ നിർഭയമായിരിക്കുമെന്ന് വേദനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ
ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ മുമ്പിലും മുട്ടുമടക്കേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ പരിച കർത്താവാകും. ദൈവമാകുന്നു അവൻ്റെ പരിച. അപ്പോൾ എന്താണ് പരിചയം എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവമാണ് പരിചയം എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവം ആർക്കാണ് പരിചയമായി തീരുന്നതെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ഭാഗം, ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ. നോക്കണം, പ്രവർത്തിക്കാനല്ല പറയുന്നത്. നോക്കണമേ. എന്താണ് നോക്കേണ്ടത്? എവിടെയാണ് നോക്കേണ്ടത്? കർത്താവെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. കർത്താവെ സഹായിക്കണമേ, സകലത്തിൻ്റെ ഉടയവനായ കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ്. എന്നാൽ ഇവിടെ അതല്ല പ്രാർത്ഥന. നോക്കണമേ. 56 സങ്കീർത്തനത്തിന് 9-ാം വാക്യം പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ. എവിടെ നോക്കണം? എവിടെയാണ് നോക്കേണ്ടത്? നിരാപേക്ഷിതന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നോക്കേണ്ടത് എവിടെയാ? മുഖത്താണ് നോക്കേണ്ടത്. മുഖത്തേക്കാണ് നോക്കേണ്ടത്. കർത്താവെ, പരിചയാവുന്ന കർത്താവെ, എൻ്റെ പരിചയാവുന്ന കർത്താവെ, നീ നോക്കണമേ. നീ നോക്കണമേ. എവിടെ നോക്കണം? എൻ്റെ മുഖത്തേക്ക് നോക്കണമേ. എന്താണ് മുഖത്തേക്ക് നോക്കിയാലുള്ള പ്രത്യേകത? മുഖത്തിന്റെ പ്രത്യേകത എന്താ? മുഖത്തിന്റെ പ്രത്യേകത, ഒരു നല്ല വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ചെവിയിൽ ഒരു നല്ല വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ വിഷാദിച്ചിരിക്കുകയാണെങ്കിലും, വിഷാദിച്ചിരിക്കുന്നുവെങ്കിൽ തന്നെയും നല്ല ഒരു സുഖവർത്തമാനം കേട്ടാൽ മുഖം അങ്ങോട്ട് പ്രകാശിക്കും. കാരണം കേട്ട വാർത്ത ജീവനിൽ പ്രവേശിച്ചു. മുഖത്ത് എന്ത് പ്രകാശം വന്നിട്ടുണ്ടെങ്കിലും, എന്ത് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം രക്തത്തിന് മാറ്റം വന്നിട്ടുണ്ടെന്നാണ്. രക്തത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല വാർത്ത പ്രവേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭൗതികമായ ഭക്ഷണപാനീയങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. ഇത് രണ്ടും രക്തത്തിന് മാറ്റം വരുത്തും. ഈ രണ്ട് മാറ്റവും മുഖത്തുണ്ടാകും. വരുന്നവന്, ക്ഷീണിച്ച് അലഞ്ഞ് തിരിഞ്ഞ് വരുന്നവന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഗ്ലൂക്കോസ് ഇട്ടങ്ങ് കൊടുക്കുകയാണ്. വാടിയിരുന്നവൻ്റെ മുഖം പെട്ടെന്ന് നിങ്ങൾ തെളിഞ്ഞു. കാരണം അവൻ്റെ മുഖത്ത് വ്യത്യാസം വന്നതിൻ്റെ കാരണം രക്തത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. രക്തത്തിന് വ്യത്യാസം വന്നിട്ടുള്ളതിൻ്റെ കാരണം അവൻ കഴിച്ച പാനീയം രക്തത്തിൽ ചേർന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ലൊരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ മുഖം പ്രകാശിച്ചു. കാരണം അവൻ്റെ രക്തത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. രക്തത്തിന് വ്യത്യാസം വന്നതിൻ്റെ കാരണം അവനിൽ ഏതോ സന്തോഷകരമായ വചനം, വാർത്ത പ്രവേശിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യനുള്ള പ്രത്യേകതയാണ്. ഒരാടിനോ പോത്തിനോ കന്നുകാലികൾക്കോ പക്ഷികൾക്കോ എത്ര നല്ല വർത്തമാനം കേട്ടാലോ, എത്ര നല്ല ഭക്ഷണപാനീയങ്ങൾ കഴിച്ചാലോ മുഖത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇത് മനുഷ്യന് മാത്രമുള്ള സംവിധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ മുഖം ദൈവം ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. ക്രിസ്തുയേശുവിൻ്റെ മുഖത്തിലായിരുന്നു ദൈവ തേജസ്സിൻ്റെ പ്രകാശനം. ക്രിസ്തുയേശുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പ്രകാശനം പ്രകാശിക്കേണ്ടതിന് ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ് തന്നെ നമ്മുടെ മുഖത്തും വരണം. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ രക്തം കളങ്കമറ്റതായിരിക്കണം. രക്തം കളങ്കമറ്റതായി തീരുവാൻ ദൈവവചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ നീതിമാന്മാരായി തീരണം.
അപ്പോൾ അവൻ്റെ മുഖം പ്രകാശിക്കും. തേജസ്സിനാൽ ക്രിസ്തുയേശുവിൻ്റെ മുഖത്തുള്ള തേജസ് അവൻ്റെ മുഖത്ത് വരും. ഇത് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിഷയത്തിൽ നിന്ന് വിട്ടുമാറാതെ ചിന്തിക്കാം. ഞങ്ങളുടെ പരിചാരത ആകുന്ന ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. മുഖത്തെ നോക്കണമേ. മുഖത്ത് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ മനുഷ്യൻ എന്തെല്ലാം ഒളിച്ചു വെച്ചാലും, ദൈവം ഏതെല്ലാം ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ മനുഷ്യൻ എന്തെല്ലാം ഒളിച്ചു വെച്ചാലും ദൈവത്തിന് വേറെ എങ്ങും നോക്കണ്ട, അവന്റെ മുഖത്ത് നോക്കിയാൽ മതി. അവന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തിലുള്ളത് അങ്ങനെ തന്നെ മുഖത്തറിയാം. ഹൃദയത്തിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു? സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. ഹൃദയത്തിൽ എന്തെല്ലാം വച്ചിട്ടുണ്ടോ, എന്തെല്ലാം രഹസ്യമാക്കിയോ പരസ്യമാക്കിയോ വെച്ചിട്ടുണ്ടോ, അത് മുഴുവനും മുഖത്ത് നോക്കിയാൽ കാണാം. അത് അങ്ങനെ നോക്കുമ്പോഴാണ് ദൈവം ഒരുവന്റെ മുഖത്ത് നോക്കിയതിന് ശേഷം പ്രവചന പുസ്തകത്തിൽ പറയുകയാണ്, ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. യശയാപ്രവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവരുടെ മുഖം അവർക്ക് വിരോധമായിട്ട് സാക്ഷീകരിക്കുന്നു. നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പരമാർത്ഥികളാണ്, നമ്മുടെ തെറ്റൊന്നുമില്ല. കർത്താവെ, ഞാൻ നിഷ്കളങ്കനാണ്. യോസേഫിനോട് സഹോദരന്മാർ പറയുന്നതുപോലെ, ഞങ്ങൾ ഒറ്റുകാരൊന്നുമല്ല, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. എന്നാൽ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സഹോദരനോട് ചെയ്ത ദ്രോഹം അവരുടെ ഹൃദയത്തിലുണ്ട്, അവരുടെ രക്തത്തിലുണ്ട്, അതവരുടെ മുഖത്തുമുണ്ട്. നോക്കേണ്ടവൻ നോക്കുമ്പോൾ അത് കാണാം. അതാ കർത്താവിന്റെ വചനം പറയുന്നത്. അഹംഭാവം, തൻ്റെ തെറ്റുകൾ തനിക്കെതിരെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. മറ്റൊന്ന് കായീനോട് പറയുകയാണ്, കായീനെ, നിന്റെ മുഖം വാടുന്നത് എന്താ? നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? കായീന്റെ മുഖം വാടി. കാരണം സഹോദരനിൽ ദൈവം പ്രസാദിച്ചു, തന്നിലും തൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. മുഖം വാടി. അത് അപകടത്തിൽ അവസാനിച്ചു. അപ്പോൾ ദൈവം പ്രസാദിച്ചിട്ടില്ല. ദൈവം പ്രസാദിക്കാത്തതിൻ്റെ കാരണം, നിന്റെ മുഖം വാടിയിരിക്കുന്നതിൻ്റെ കാരണം സഹോദരനോടുള്ള അസൂയയാണ്. പകരം നന്മ നിനക്കും ചെയ്ത് നിന്നോടും പ്രസാദം ഉണ്ടാവും. സഹോദരൻ ചെയ്ത് ദൈവത്തെ പ്രസാദിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കി അത് ചെയ്താൽ മതി, നിന്നിലും പ്രസാദം ഉണ്ടാവും. പിന്നെ എന്താ നീ ഭാരപ്പെടണേ? എന്നാൽ അതിന് കായീൻ തുനിഞ്ഞില്ല. വാതിക്കൽ കിടന്ന പാപം അകത്ത് പ്രവേശിച്ചു, സഹോദരനെ കൊന്നു. ഒരിക്കലും നിത്യജീവനെ പ്രാപിപ്പാൻ പറ്റാത്ത നിലയിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് സ്ഥിരമായിട്ട് മുഖം വൈരൂപ്യമായി പോകുന്നവരുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റും തൻ്റെ രക്തത്തെ ബാധിക്കുമെങ്കിൽ അത് മുഖത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് വേറെ എങ്ങും നോക്കാൻ പോകണ്ട. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഞാൻ നിർമ്മലനാണ് കർത്താവേ എന്ന് പറയേണ്ട കാര്യമില്ല, മുഖം പറഞ്ഞോളൂ. അതുകൊണ്ട് യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുകയാണ്,
നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. എൻ്റെ മുഖത്ത് നിന്ന് ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുകയും ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുകയും ഹൃദയത്തിൽ ദൈവത്തിന് വിരോധമായിട്ടുള്ള നിരൂപണവും തീരുമാനവും ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഒരു പ്രയോജനവുമില്ല, യാതൊരു പ്രയോജനവുമില്ല. നമുക്കറിയാം, ദാവീദിന്റെ മകനായ അബ്ശാലോമിന്റെ സഹോദരി താമാറിനെ അമ്നോൻ എന്ന് പറയുന്ന സഹോദരൻ അപമാനിച്ചു, ബലാത്കാരം ചെയ്തു. അവൻ ഒരിക്കലും ചെയ്യരുതാത്തത് സ്വന്തം സഹോദരിയോട് ചെയ്തു. സഹോദരിയാകട്ടെ ഇത് കഴിഞ്ഞതിന് ശേഷം നിലവിളിച്ചുകൊണ്ട് നടന്നു. അബ്ശാലോം ചോദിച്ചു, സഹോദരി എന്താ സംഭവിച്ചത്? കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു, താമാറെ, സഹോദരി, നീ ഇത് മനസ്സിൽ വെക്കണ്ട. കാരണം അവൻ ഏതായാലും സഹോദരനാണ്. അവൻ വഴിപഴിച്ച് ചെയ്തു പോയത്. ഇനി കരഞ്ഞുകൊണ്ട് ഇരിക്കണ്ട, നീ അത് മനസ്സിൽ വെക്കുകയും വേണ്ട, ഇത് വിട്ടുകളാ. പക്ഷെ ഇത് പറഞ്ഞെങ്കിലും പറഞ്ഞ അബ്ശാലോം ഹൃദയത്തിൽ തീരുമാനിച്ചു, അവനെ കൊല്ലും. അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ കൊല്ലും. നാളുകൾ കഴിഞ്ഞു. അവൻ അവസരം കിട്ടി. അവനും അവൻ്റെ ബാല്യക്കാരും കൂടി അമ്നോനെ അടിച്ചു കൊന്നു, തല്ലിക്കൊന്നുകളഞ്ഞു. അവൻ്റെ മക്കളെല്ലാം മരിച്ചുപോയി എന്ന് പറഞ്ഞ് ദാവീദ് നിലവിളിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരാൾ അടുത്ത് വന്നു പറഞ്ഞു, രാജാവേ, അങ്ങനെയല്ല സംഭവം. രാജകുമാരന്മാരെല്ലാവരും മരിച്ചിട്ടൊന്നുമില്ല. മരിച്ചത് അമ്നോനാണ്. അവനൊരാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അവൻ മരിച്ചതിൻ്റെ കാരണം അബ്ശാലോം രാജകുമാരൻ്റെ സഹോദരിയായ താമാറിനെ അവൻ അപമാനിച്ചു. അന്നു മുതൽ അബ്ശാലോമിന്റെ മുഖത്ത് ഈ നിർണയം കാണാനുണ്ടായിരുന്നു. അവൻ മുഖത്ത് എന്ത് കാണാം? നിർണയം കാണാം. എന്തിനു വേണ്ടിയിട്ട്? കൊല്ലാനുള്ള തീരുമാനം, ദോഷത്തിനുള്ള തീരുമാനം. അത് നോക്കുന്നവർക്ക് കാണാം. ദോഷകരമായ നിർണയം മുഖത്തുണ്ടാകും. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇങ്ങനെയുള്ളവരൊന്നും പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല ദൈവം. അതുകൊണ്ട് ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകളെ മുടക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ കാണുന്നത് അതായിരിക്കും. എത്ര നിലവിളിച്ചാലും എത്ര കരഞ്ഞാലും മറുപടി ഉണ്ടാവില്ല. മറുപടി ഇല്ല അതിന്. ഇതിന് എന്ത് ചെയ്യണം? അത് കളയണം. നിന്റെ ഹൃദയത്തെ ഉറപ്പിക്കണം, അവങ്കിലേക്ക് കൈമലർത്തണം. അപ്പോൾ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റിക്കളയണം. നീതികേട് കൂടാരത്തിൽ പാർപ്പിക്കരുത്. ഹൃദയത്തിൽ യാതൊരു നീതികേടും വെച്ചോണ്ടിരിക്കരുത്. ഇത്രയും വന്നാൽ നിന്റെ മുഖത്ത് നിന്ന് കളങ്കം മാറി
കളങ്കം കൂടാതെ ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്താൻ സാധിക്കും. കളങ്കം കൂടാതെ ദൈവത്തിങ്കിലേക്ക് നോക്കി മുഖമുയർത്താൻ സാധിക്കും. ദൈവം നിഷ്കളങ്കന്റെ പ്രാർത്ഥനയെ നിരസിക്കുകയില്ല. നിഷ്കളങ്കന്മാർക്കും നേരുള്ളവർക്കും അവൻ പരിചയമായി അപ്പോൾ തന്നെ വരും. നേരുള്ളവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ദൈവം അതിന് തീമതിലായിരിക്കും. അവനെതിരെ വരുന്ന ഒരായുധങ്ങളും ഫലിക്കുകയില്ല. ശത്രു എത്ര ചിന്തിച്ചാലും എത്ര പ്രവർത്തിച്ചാലും അവൻ്റെ അടുക്കളോളം എത്തില്ല. കാരണം അതിനു മുൻപേ പരിചയ തടുക്കും. അവൻ്റെ പരിചയമാണ് ദൈവം. അവൻ്റെ പരിചയമാണ് ദൈവം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഇന്ന് വായിച്ച വചനഭാഗം 84 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക് നമുക്ക് ശ്രദ്ധിച്ച് പറയാം. ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ. എവിടെ നോക്കണം? മുഖത്തേക്ക് നോക്കണമേ. മുഖത്ത് നോക്കിയാൽ എന്ത് കാണാം? നിഷ്കളങ്കത കാണാം. കാരണം കൂടാരത്തിൽ നീതികേടില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൗമമായ കൂടാരത്തിൽ നീതികേടില്ല. കയ്യിൽ ദ്രോഹമില്ല. ആരോടും ഒരു ദ്രോഹവും കയ്യിലില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കളങ്കമില്ലാത്തത്, നിർമ്മലമായത്, അവന് വേണ്ടി പ്രവർത്തിക്കാൻ, അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതിരിപ്പാൻ ദൈവം പരിചയമായിട്ട് പലകയായിട്ട് അവനോടൊപ്പമുണ്ട്. ശത്രുവിന് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ, കൂടാരത്തിൽ നീതികേടുണ്ടെങ്കിൽ, ഏതെങ്കിലും നിർണയം ദോഷത്തിനായിട്ട് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അഹംഭാവം ഹൃദയത്തിലുണ്ടെങ്കിൽ, കാഠിന്യം മുഖത്തുണ്ടെങ്കിൽ, തനിക്കെതിരായി തൻ്റെ മുഖഭാവം സാക്ഷീകരിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ചെവി തരികയില്ല. ആ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുകയില്ല. ദൈവത്തിന് മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കാണ് ഇവിടെ പ്രാധാന്യം. എന്താണ്? ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണം. നിന്റെ അഭിഷിക്തന്റെ മുഖത്തേക്കൊന്ന് നോക്കി. നീ നോക്ക്. എന്തെങ്കിലും കളങ്കമുണ്ടോ? പ്രതികാര ചിന്തയുണ്ടോ? അഹംഭാവമുണ്ടോ? അസൂയുണ്ടോ? ഏതെങ്കിലും കാഠിന്യമുണ്ടോ? എന്തെങ്കിലും നോക്കി. ഒന്നുമില്ലാതെ നീ നോക്കുമ്പോൾ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന്റെ പ്രതിച്ഛായ, ഒരു പ്രതിഫലനം നിഷ്കളങ്കതയുടെ ഭാവമായി മുഖത്ത് വെളിപ്പെടട്ടെ. നിശ്ചയം കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് പരിചയമെങ്കിൽ ആരുടെ ആയുധം നമുക്കെതിരെ വരും? കർത്താവ് പരിചയമെങ്കിൽ ആർക്ക് നമ്മെ തൊടാൻ സാധിക്കും? കർത്താവ് പരിചയമെങ്കിൽ ആരുടെ നിന്ന് നമ്മുടെ മേൽ വരും? വരികയില്ല. അടിക്കുന്നതും കുത്തുന്നതും പഴിക്കുന്നതും ദുഷിക്കുന്നതും എല്ലാം ഈ ലോകത്തിന്റെ തനി സ്വഭാവമാണ്. ദൈവത്തിന്റെ മക്കളെ ഈ ലോകം അങ്ങനെ ചെയ്യും. സർവനിന്ദിതൻ, എല്ലായിടത്തു നിന്നവരും, ജാതികൾക്ക് വെറുപ്പുള്ളവൻ, വെറുപ്പ് വരും.
ദുഷ്പ്രവർത്തിക്കാരെന്ന് സദാ ദുഷിക്കപ്പെടുന്നവൻ. ദൈവമക്കൾ അങ്ങനെയാണ്. ദൈവമക്കൾ അങ്ങനെയാണ്. നീതിയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഉപദ്രവിക്കപ്പെടുന്നവൻ. ദൈവത്തിൻ്റെ ജനം അതാണ്. സകലരുടെയും ദ്വേഷം കൊണ്ട് ദൈവത്തിങ്കിലേക്ക് നോക്കി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതൊക്കെയും നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ വന്നിരുന്നെങ്കിൽ, നമ്മുടെ പ്രാണനിലേക്ക് വന്നിരുന്നെങ്കിൽ, നമ്മളെന്നേ തകർന്ന് നശിച്ചില്ലാതെ പോകാമായിരുന്നു. ഒന്നും സംഭവിക്കാതെ വണ്ണം നമ്മെ കാത്തത് ദൈവമല്ലയോ? ഒന്നും സംഭവിക്കാതെ വണ്ണം നമ്മെ സംരക്ഷിച്ചത് ദൈവമല്ലയോ? അതെ. ഏത് ദൈവം? നമ്മുടെ പരിചയായ ദൈവം. അവനെന്നും നമുക്ക് പരിചയമായിരിക്കട്ടെ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അവനെനിക്ക് പരിചയമാണ്. കാരണം നേരുള്ളവനായി, നിഷ്കളങ്കനായി, ഹൃദയ പരമാർത്ഥമുള്ളവനായി, അകൃത്യം ചെയ്യാത്തവനായി, അസൂയയില്ലാത്തവനായി, അഹംഭാവമില്ലാത്തവനായി, പ്രതികാര ചിന്തയില്ലാത്തവനായി, ദൈവത്തിന് മുമ്പാകെ തന്നെത്താൻ സൂക്ഷിച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ പരിച, സകലത്തിൻ്റെയും ഉടയവനായ ഏകസത്യ ദൈവം. അവന് സാധിക്കാത്ത വല്ല കാര്യവുമുണ്ടോ? അവന് തടുക്കാൻ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇല്ല. അവൻ പരിചയാണ്. അവനാണ് പരിച. ഭൂമിയിലെ പരിചകൾ യഹോവയ്ക്കുള്ളതല്ലോ. ഭൂമിയിൽ പരിചയമുണ്ടെങ്കിൽ അത് കർത്താവിനുള്ളതാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.